എൻ്റെ വീട്ടിലേക്ക് പോലീസ് വന്നിട്ട് ഞാൻ അവരെ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരം സംസാരിക്കണം, ഞാൻ അവരെ തിരിച്ച് ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ നടന്ന എന്താണെന്ന് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇടാനായിട്ട് എനിക്ക് കുറേയധികം കാരണങ്ങളുണ്ട്. മെയിനായിട്ട് ഇന്നലെ നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇതെൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളാണ്. ഈ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന സമയത്ത് ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെ ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് ഞാൻ കാണിച്ചു തരാം. റോഡിൻ്റെ അടുത്തേക്ക് പോലീസ് ജീപ്പ് വരുന്നുണ്ട്. പോലീസ് ജീപ്പിൽ നിന്ന് ഒരു 4 പേര് പുറത്തിറങ്ങി. ഒരാൾ സിവിൽ ഡ്രസ്സിലാണ് ഇറങ്ങി വന്നിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീടിൻ്റെ മേളിൽ ഇരിക്കുന്ന സമയത്താണ് അയാൾ എൻ്റെ നീ എന്താണ് അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലുള്ള വേറെ എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എടുത്തോണ്ടെന്ന് ചോദിച്ചു, നീ എന്ത് ചീത്തയും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നീ എന്ത് വർത്തമാനമാണ് പറയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് അതേപോലെ ചോദിച്ചു, സാറെന്ത് വർത്തമാനമാണെന്ന് പറയണമെന്ന് ചോദിച്ചു. ഞാനിത് തിരിച്ച് അയാളടുത്ത് പറയുന്ന അയാൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അയാൾ ഉടനെ എൻ്റെ വീടിൻ്റെ മേളിലേക്ക് ചാടി കയറി വന്നിട്ട് എൻ്റെ പാൻറ്റൊക്കെ വലിച്ച് താത്തിട്ട്, അതുപോലെ തന്നെ എൻ്റെ ഫോണൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് എന്നെ അസഭ്യം പറയും. അതുപോലെ തന്നെ ഒരുപാട് എന്നെ രീതിയിൽ കുറേയധികം എൻ്റെ ദേഹത്തൊക്കെ പിടിച്ച് വലിച്ച് പരിശോധിക്കുകയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാണ്. കാരണം എൻ്റെ വീടിൻ്റെ മേളിലാണ് ഞാൻ ഇരിക്കും. എൻ്റെ വീടിൻ്റെ മേളിലേക്കാണ് ഇവർ കയറി വരുന്നത്. എന്തിൻ്റെ കാരണത്തിലാണ് കയറി വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പരിപാടികളെല്ലാം നടന്നപ്പോഴത്തേക്ക് എന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ബഹളം ഉണ്ടാക്കുകയും നീ എന്താണ് ചീത്ത വിളിച്ചതെന്നൊക്കെ രീതിയിൽ ഇവർ സംസാരിച്ച് തുടങ്ങി. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ വീടിൻ്റെ താഴെ എൻ്റെ അച്ഛനും അമ്മയും കയറി വന്ന് ചെറിയ പിള്ളേരെ കണ്ടു. ആ ഒരു വീടിൻ്റെ മേളിൽ വന്നപ്പോഴത്തേക്കും അവർ അച്ഛനമ്മയും ചോദിച്ചു എന്താണ് പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തുടങ്ങി ഞാൻ അവരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു തുടങ്ങി. എന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോൺ അവർ പിടിച്ച് വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരെ ഫോണിൽ ക്യാമറ ഓണാക്കിയിട്ട് അവർ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങി. വീഡിയോ എടുത്തിട്ട് പറഞ്ഞു ഞാൻ അവരെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഭയങ്കരമായിട്ട് ഘോരം അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ അവരെ ചീത്ത വിളിച്ചു, ഞാൻ അവരുടെ അടുത്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത്. അവർ എൻ്റെ അടുത്ത് പറഞ്ഞ പദം ഇതാണ്, എൻ്റെ അടുത്ത് മാന്യമായിട്ടാണ് സംസാരിച്ചത്. ആ മാന്യത എനിക്കറിയാൻ പാടില്ല. എന്നൊരാൾ ചീത്ത വിളിച്ചിട്ട് ഞാൻ അയാൾക്ക് എങ്ങനെ മാന്യത കൊടുക്കുമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. എന്നെ ചീത്ത വിളിച്ച അയാളടുത്ത് ഞാൻ തിരിച്ച് സംസാരിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നീ മാന്യമായിട്ട് സംസാരിക്കുന്നത്, നീ തിരിച്ച് ചീത്ത വിളിച്ചിട്ട്. ഞാൻ ചീത്ത വിളിച്ചില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയാം. കാരണം ഞാൻ ചീത്ത വിളിക്കാത്ത ഒരു വ്യക്തിയോ അങ്ങനത്തെ ഒരു മനുഷ്യനോ അല്ല. ഞാൻ ചീത്ത വിളിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെ പോലെ തന്നെ ഞാനൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്നലെ ഞാൻ അയാളെ ചീത്ത വിളിച്ചിട്ടില്ല. ഞാൻ ചീത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം ഞാൻ തിരിച്ച് ചോദിച്ചു. എൻ്റെ അടുത്ത് നീ എന്ത് വർത്തമാനാടാ പറയണമെന്ന് എൻ്റെ അടുത്ത് രീതിയിൽ എന്നെ ചീത്ത വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്ത് വർത്തമാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ചോദിച്ചു. ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. ഞാനത് ഇരിക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലും അവർ താഴെയാണ്, റോഡിലാണ് നിൽക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് ഡയറക്റ്റ് വന്ന് താഴെ ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. മെയിനായിട്ട് ഇവിടെ വരാനായിട്ടുള്ള മെയിൻ റീസൺ എന്നാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു മെൻസ് ഹോസ്റ്റലും അതുപോലെ തന്നെ ലേഡീസ് ഹോസ്റ്റലും കാരക്കോണം SMCSയുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലേക്ക് പയ്യന്മാർ വന്ന് വെള്ളം അടിക്കാൻ വേണ്ടി വരുന്ന പയ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരുന്ന പയ്യന്മാരുണ്ട്. ഒരുപാട് പയ്യന്മാരുണ്ട്. പയ്യന്മാർ ഇഷ്ടംപോലെ പയ്യന്മാർ വരും. അപ്പോൾ അവന്മാർക്കെതിരെ നാട്ടുകാരും അതുപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഇവർ അന്വേഷിക്കാനായിട്ട് വന്നത്. ഇവർ അന്വേഷിക്കാൻ വരികയാണെങ്കിൽ ഒന്നിൽ ഇവർ ഗ്രൗണ്ടിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവർക്ക് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുക. സമൂഹത്തിൽ നമ്മൾ ഈ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളടത്ത് ചോദിക്കണമെങ്കിൽ ഇവർക്ക് മാന്യമായിട്ട് നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കാം. മാന്യത പോട്ടെ, എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. മാന്യത ശരി, ഓക്കെ, ഞാൻ ആരെയൊന്നും മാന്യമായിട്ട് ഞാൻ അങ്ങനെ ഒരു രീതിയിലല്ല. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം. എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റേതായിട്ടുള്ള എനിക്ക് എന്ത് പറയാനുണ്ടോ ആ രീതിയിൽ ഞാൻ പറയാം. എൻ്റെ അടുത്ത് ചോദിച്ചാൽ നീ എന്തിനാണ് മേളിൽ ഇരിക്കണമെന്നാണ് ചോദിച്ചത്. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഇരുന്നത്. ഞാൻ വേറെ ഒരു രീതിയിലും പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ ഞാൻ റോഡിൽ ഇറങ്ങി നിൽക്കുകയോ ഒന്നുമല്ല ചെയ്തത്. എൻ്റെ വീടിൻ്റെ മുകളിലെ റൂമിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ റൂം മുകളിലാണ്. ആ മുകളിലാണ് ഞാൻ ഇരുന്നത്. ഞാനത് പുറത്തിറങ്ങി ഇരിക്കുക ഞാൻ ഒന്നും തന്നെ ചെയ്തില്ല. ഇവരിത് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ ചാടിക്കയറി വന്നിട്ട് ഇവർ വട്ടം ചൂട്ടി എന്നെ ഒരുമാതിരി ഞാൻ എന്തോ രീതിയിൽ ഇവരെ എന്തോ പറഞ്ഞ രീതിയിൽ എൻ്റെ ദേഹമൊക്കെ പിടിച്ച് പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയും ബഹളമൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ഇവരെ ചീത്ത വിളിച്ചു എന്നുള്ളൊരു രീതിയിലാണ്. നാട്ടുകാരൊക്കെ കൂടിയപ്പോഴത്തേക്ക് ഞാൻ ഇവരെ ചീത്ത വിളിച്ചു, ഞാൻ മാന്യമായിട്ട് സംസാരിച്ചില്ല എന്ന രീതിയിലൊക്കെ ആയി. അവസാനം എൻ്റെ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് അവർ ഫോൺ തിരിച്ചു തന്ന സമയത്താണ് എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റിയത്. സംസാരിച്ച് ആ വീഡിയോയുടെ എനിക്ക് തോന്നുന്നു ഒരു 6 മിനിറ്റിനകത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എന്നെ ഫുൾ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ ചീത്ത വിളിച്ചു. ഞാൻ എന്നിട്ട് ഒരു ഓപ്പോസിറ്റായിട്ട് കയറി വന്ന എന്നെ വീഡിയോ എടുക്കുന്ന ആ ഒരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരനോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് ചീത്ത വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയാം നീ ചീത്ത വിളിച്ചോളാം എന്ന് തന്നെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ഇന്നിടാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് രീതിയിൽ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ലൈവ് പോകാനായിട്ട് പറ്റുന്നില്ല. ഫേസ്ബുക്കിൽ നിന്ന് ലൈവ് പോയപ്പോഴത്തേക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് കട്ടായി പോയിട്ട് അത് എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇത് ഞാൻ വീണ്ടും ഈ വീഡിയോ എടുക്കാനായിട്ടുള്ള മെയിൻ റീസൺ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ സമൂഹത്തിലുള്ളവരാണെങ്കിൽ എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരാണെങ്കിൽ അതുപോലെ തന്നെ എന്നെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ അതിനകത്ത് കമൻറ്റ് ഇടുന്നുണ്ട്. കമൻറ്റ് ഇട്ടിട്ട് പോലീസിൻ്റേതായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെയാണെന്നുള്ള രീതിയിൽ അവർ കമൻറ്റ് ഇടുന്നുണ്ട്. അതിനെ എല്ലാം വിമർശിച്ചുകൊണ്ട് എന്നിട്ട് 1-2 പോലീസുകാരന്മാർ അതിൽ തന്നെ വന്നിട്ട് അവരവരുടെ ഇതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ഇത്രയും ദിവസം ഫോളോ ചെയ്യാത്തവരാണ് ഇന്ന് മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലൈവ് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്ത് പറയാനാണ്, അവരതിനകത്ത് കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. നമുക്കിപ്പോൾ കമൻറ്റ് ഇടാനോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എനിക്കിത് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു രീതിയിലാണ്. എനിക്കിന്നലെ നടന്ന അനുഭവം ഞാനത് സമൂഹത്തിനോടല്ല ഇതെനിക്ക് അറിയിക്കണം എന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിപ്പോൾ ഇട്ടതിന് ശേഷം എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലൊരു പ്രശ്നമോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു സ്റ്റേഷനിലൊരു പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ ഇവരുടെ മുമ്പിലാണ് ഞാൻ പോകേണ്ടത്. ഞാൻ അവരുടെ മുമ്പിൽ എങ്ങനെ പോകും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർ നമ്മളെ സംരക്ഷിക്കാനാണ് ഇരിക്കുന്നത്, നമ്മളപ്പോൾ സംരക്ഷിക്കാൻ ആരുണ്ടാവും? എനിക്കത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ വീടിൻ്റെ മുകളിലേക്ക് ഒരു പോലീസ് കയറി വരണമെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് റൈറ്റ്സ് ആണുള്ളത്? എൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് ഞാൻ ഇരുന്ന കാലത്ത് അയാൾക്ക് കയറി വരണമെങ്കിൽ എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഞാൻ റോഡിൽ പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ ചീത്ത വിളിക്കുന്ന ഒരു വ്യക്തിയല്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇതിമേ വീടെടുത്ത ലൈറ്റൊക്കെ പോയിട്ടുണ്ടാവും. എന്തായാലും എനിക്കിതേ പറയാനുള്ളൂ, എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ ആവശ്യമില്ലാത്ത രീതിയിൽ മാനസികമായിട്ടും എൻ്റെ ശാരീരികമായിട്ടും എന്നെ ഉപദ്രവിച്ചവർക്കെതിരെ എനിക്ക് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. DSPക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ ഫലം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ പുറകെ ഓടേണ്ടി വരുമായിരിക്കും. എന്താണെങ്കിലും എനിക്ക് മാനസികമായിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് മെയിനായിട്ട്, എൻ്റെ മാനസികമായിട്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. ഇതെനിക്ക് പറയണമെന്ന് തോന്നി. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ താങ്ക് യു.